CPM-ൽ സമ്മേളന കാലമാണ്. പക്ഷെ വലിയ വിഭാഗീയതയാണ് നടക്കുന്നത്. ആദ്യം ആലപ്പുഴയിൽ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അത് പത്തനംതിട്ട, ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ ഈ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും വലിയ വിഭാഗീയത ബാധിച്ചു കഴിഞ്ഞു. ഇത് CPM-നെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? കാരണം ഈ അണികൾ ഉൾപ്പെടെയാണ്. പണ്ടെല്ലാം നേതാക്കളിൽ മാത്രമാണ് വിഭാഗീയത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അണികളെ വരെ ഈ വിഭാഗീയത ബാധിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിയെ, ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അത് സംഘടനാ തെരഞ്ഞെടുപ്പായാലും അല്ലാതെ ഈ രാഷ്ട്രീയമായുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം വരുന്നുണ്ടല്ലോ, ഇത് പാർട്ടിയെ എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? ശ്രീജിത്ത്, ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അണികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കൊണ്ട് പാർട്ടി നശിക്കുന്നു എന്ന് അണികൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ചില തെളിവുകളാണ് നമ്മൾ കരുനാഗപ്പള്ളിയിലും ചാത്തന്നൂരിലും ആലപ്പുഴയിലും പിന്നീട് ഇങ്ങോട്ട് വന്ന് കേരളമെമ്പാടും ഈ താഴെത്തട്ടിലുള്ള സമ്മേളനം മുതൽ തന്നെ തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ അതിരൂക്ഷമായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണല്ലോ CPM-ൻ്റെ ഭരണം നിൽക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ഭരണം നിൽക്കുന്നത്. അതും ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തമ്മിൽ കലഹിച്ച് ഈ വംശം മുഴുവൻ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതാണ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26 നിയമസഭാ തെരഞ്ഞെടുപ്പോടും കൂടി കേരളത്തിൽ നിലംപരിശാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രകടനവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പാർട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ജനങ്ങളോടൊപ്പം നിൽക്കാതെ അഴിമതിയും ധൂർത്തും ആഡംബരവും ഒക്കെ ആയിട്ട് പാർട്ടി മാറി. ഓരോ നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ വളരെ വലിയ തോതിൽ തന്നെ ധനസമ്പാദനം നടത്തി, ആഡംബര ജീവിതം, എല്ലാ തരത്തിലും വലിയ സൗധം നിർമ്മിക്കുന്നു, വലിയ വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്ന് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതായിപ്പോയി. 2021 രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ തന്നെ പല കഥകളും പുറത്തേക്ക് വരികയുണ്ടായി. അഴിമതി അങ്ങ് കൊടികുത്തി വാഴുകയാണ് ചെയ്യുന്നത്. പിന്നെ പിൻവാതിൽ നിയമനം, ആർക്കും സാധാരണക്കാരന് ഒരുവന് പഠിച്ച് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം മാറി. പാർട്ടിക്കാരന്മാർ, SFIയുടെയും DYFIയുടെയും ഗുണ്ടാവിളയാട്ടം, അതുപോലെ തന്നെ പാർട്ടിയുടെ അമരത്തിരിക്കുന്നവർ തമ്മിലുള്ള കലഹം. ഈ സമ്മേളന കാലത്ത് പാർട്ടിയെ എതിർക്കുന്നവർക്ക് കൂടുതൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ? അല്ല, അതിപ്പോൾ പലതരത്തിലും അവരെ ഒതുക്കി തീർക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനെത്രത്തോളം നേതൃത്വം തയ്യാറാകുമെന്ന് അറിയത്തില്ല. കാരണം അങ്ങനെ അവരെ ഒതുക്കി തീർക്കാൻ പോയി കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഈ അതിശക്തമായ എതിർപ്പോടുകൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെത്തട്ട് മുതൽ, ലോക്കൽ സമ്മേളനം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനിടയ്ക്ക് മറ്റ് പല വിഷയങ്ങളിലേക്ക് പോയപ്പോൾ പാർട്ടിക്കതൊരാശ്വാസമായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ പാർട്ടിയിലെ അണികൾ പിണറായിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ് ചെയ്തത്. കാരണം പിണറായിയുടെ ഈ ധാർഷ്ട്യമാണ് പാർട്ടിയെ ഒരു പരിധിവരെ നശിപ്പിച്ചത്. ധാർഷ്ട്യം, അതുപോലെ തന്നെ അഴിമതി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വോട്ട് കുറയുകയും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി നേരിട്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാളും കനത്ത തോൽവിയാണ് ഇക്കുറിയും സംഭവിച്ചത്. 2019 CPM-ന് പറയാനൊരു കാരണമുണ്ടായിരുന്നു, ശബരിമല യുവതി പ്രവേശനം. സമയത്ത് ഒരു കാരണം പോലും ഇല്ലാതെ. പക്ഷേ ഇത് ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരമെന്ന് മാത്രമല്ല ഇതിനടുത്ത് പറയുന്നത്, പിണറായി വിരുദ്ധ തരംഗമാണ്. ഏതെല്ലാം തരത്തിൽ ജനങ്ങളെ ദ്രോഹിച്ചു. കേരളിൻ്റെ പേരിൽ ഇങ്ങനെ പലവട്ടം ദ്രോഹം ജനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ചേലക്കരയിൽ പോലും നമ്മൾ മനസ്സിലാക്കണം,
പിണറായി വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 2021 40,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാധാകൃഷ്ണൻ ഇവിടെ ഇത്തവണ പ്രദീപ് കുമാർ 12,600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. അതും പ്രദീപ് കുമാറിൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പാർട്ടിയുടെ ഒരു നിലവാരം കൊണ്ടല്ല. അവർക്ക് വോട്ട് പോയി എന്നുള്ളതാണ്. ഇവർക്ക് പാർട്ടിക്ക് കൃത്യമായിട്ടറിയാം. ഇ.പി. ജയരാജൻ്റെ പലതരത്തിലുള്ള പല കാര്യങ്ങളുടെയും വെളിപ്പെടുത്തൽ, സുധാകരൻ പാർട്ടിയിൽ പലതും പൊട്ടിത്തെറിക്കുന്നു, വെളിപ്പെടുത്തുന്നു, പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അങ്ങോട്ട് മാറ്റി നിർത്തി. എന്നിട്ട് 2021 രണ്ടാം പിണറായി സർക്കാരിൽ എന്താണ് ചെയ്തത്? മുഴുവൻ പുതുനിരയെ അങ്ങോട്ട് എടുത്തു വെച്ചു. പുതുനിര എന്ന് പറഞ്ഞ് പുതിയ നേതൃത്വം വരണം, നല്ലതാണ്. പക്ഷേ അവരെ മുഴുവൻ അടക്കി ഒതുക്കി ഇരുത്തുകയാണ് ചെയ്തത്. ആരെയും, ഈ മന്ത്രിസഭയിലുള്ള പലരെയും ജനങ്ങൾക്കറിയില്ല എന്നുള്ളതാണ്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും മാത്രമാണ് ജനങ്ങൾക്കറിയാവുന്നവരായി അങ്ങനെ ആക്കി തീർത്തു എന്നുള്ളതാണ്. റിയാസാണ് എല്ലാ കാര്യങ്ങളുടെയും പരമാധികാരി എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇനി 2026 മൂന്നാം വട്ടവും കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ വരുമെന്നും അതിലൂടെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കും എന്നൊക്കെയല്ലേ ജനങ്ങൾ വായിച്ചെടുത്തത്? ജനങ്ങൾ വായിച്ചെടുത്തതല്ല, അത്തരത്തിലാണ് എന്നുള്ളത് വ്യക്തവുമാണ്. പക്ഷേ ഇനി ഇതെന്തായാലും അംഗീകരിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഈ ഇത്തരത്തിലുള്ള പിണറായി ധാർഷ്ട്യത്തിന് തക്ക മറുപടി കൊടുക്കുകയാണ് പാർട്ടി സമ്മേളനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാരെ പലരെയും പൂട്ടിയിട്ടില്ലേ സമ്മേളനം നടക്കുന്നിടത്ത്? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? ആലപ്പുഴയിൽ ഒരു CPM ഏരിയ കമ്മിറ്റി അംഗം BJP-യിലേക്ക് പോയി. അപ്പോൾ ഈ പലയിടങ്ങളിലും ഇവരെന്തോ പാലക്കാട് സരിനെ കിട്ടിയപ്പോൾ എന്തോ ഒരു വലിയ നിധി കിട്ടിയത് മാതിരിയാണ്. സരിനെ കിട്ടിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്നുള്ളതാണ്. പാർട്ടി കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മുൻകാലങ്ങളിലെല്ലാം ഈ പാർട്ടിയുമായി വിഭാഗീയത ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കുമായിരുന്നു, പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ BJP-യിലേക്കും കോൺഗ്രസിലേക്കും അവർ ചേക്കേറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ ഇനിയിപ്പോൾ കമ്മ്യൂണിസത്തിന് സ്പേസ് ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിനെ അടിഞ്ഞിരിക്കുകയാണ്, അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 26-ലെത്തുമ്പോൾ 26-ലെത്തണ്ട 25-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി CPM-ന് ഇന്നേ വരെ 57 മുതൽ ഇങ്ങോട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നേരിടാത്ത തരത്തിലുള്ള തോൽവിയായിരിക്കും 25-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26-ലെ നിയമസഭ 26-ലെത്തുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ തന്നെ പോകുമെന്നുള്ളതാണ്. പലരും ഇടയ്ക്ക് കണക്ക് കൂട്ടി ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവൻ പിണറായി കൂട്ടിച്ചേർത്ത് കൊണ്ട് ഭരണം തുടരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്ന്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവൻ തകർന്നടിഞ്ഞു പോയി. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരെ ലീഗ് ഇങ്ങോട്ടേക്ക് വരും എന്ന് കണക്ക് കൂട്ടി. ലീഗിൽ വരാത്തവരുമുണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്. LDF-ലേക്ക് പോകുന്നതിലേക്ക് എതിർക്കുന്നവരെന്ന് പറയുന്നത് ഇപ്പോൾ MK മുനീറും KM ഷാജിയെ പോലുള്ളവരാണ്. അപ്പോൾ അവിടെ വെച്ച് ലീഗ് ചിലപ്പോൾ പിളരാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ 26-ൽ ഇവർക്കൊരു മേലുല്ലാസം ഇല്ലാതാകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം എന്താണ്? മുസ്ലിം സമുദായത്തിനെതിരെ നിൽക്കുന്നു, ഹൈന്ദവ വിഭാഗത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വോട്ട് മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ജനങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അണികൾ കൂട്ടത്തോട് ഈ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് വൻ പ്രതിഷേധവുമായിട്ട് നീങ്ങുന്നത്.